ഹലോ, ഇന്ന് ചക്ക വറവാണ് കേട്ടോ. അതിന് ചക്ക നന്നാക്കിയത് തേങ്ങ, മുളക് പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കടുക്, ഉഴുന്നുപരിപ്പ്, വെള്ളം. ഇത്രയാണ് കേട്ടോ വേണ്ടത്. അതിനാദ്യം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത ചക്ക എടുത്ത് ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് നല്ലോണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനെല്ലാം ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കൈനെ കൊണ്ട് തന്നെ മിക്സ് ചെയ്തോ കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം കൈനെ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് വേവാനില്ല വെള്ളം ഒഴിച്ച് വെക്കുക. അതിൻ്റെ ലെവലിന് ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഏകദേശം കറക്റ്റായിരിക്കും. അതിൻ്റെ വെള്ളം കുറച്ച് കുരുവും കൂടി ഇട്ടിട്ടുണ്ട്, എല്ലാം വെന്തോളും. ഇനി സ്റ്റൗ ഓണാക്കി വെക്കുക. സ്റ്റൗ ഓണാക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഇത് വെന്തിട്ട് കണ്ട നന്നായിട്ട് തിളച്ച് ഏകദേശം വെന്തിട്ടുണ്ട്. ഈ ചക്ക കുറച്ച് നല്ലോണം വേവിൽ ചക്കയാണ്. അപ്പം അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണമായിരുന്നു കേട്ടോ. അതിന് ശേഷം ഏകദേശം വെന്ത് കണ്ടില്ലേ. ഇനി അതിലേക്ക് കുറച്ച് ഇടുക, തേങ്ങ ഇടണം. എല്ലാം വെന്തോ നോക്കുന്നുണ്ട്. ചക്ക വറവിന് വേണ്ടിയിട്ട് എല്ലാം വെന്തോ നോക്കുന്നുണ്ട്. കുറച്ചുകൂടി സമയം അടച്ച് വെക്കുക. എന്നിട്ടാകുമ്പോൾ അതിലേക്ക് തേങ്ങ ഇടണം. കുറച്ച് തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കണക്കായിട്ട് തേങ്ങ ഇട്ടാൽ മതി. കുറച്ച് തേങ്ങയെ വേണ്ടു, എന്നാൽ തേങ്ങ വേണം താനും, എന്നാലേ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഈ തേങ്ങയിലെല്ലാം എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ചക്ക. നമ്മളിതെന്ത് ചെയ്യും, മാറ്റിയിട്ട് വറുത്തിടാനുള്ള പരിപാടി നോക്കാമെന്നേ. ഇനി സ്റ്റൗ ഓണാക്കിയിട്ട് അതിൽ പാൻ വെച്ചിട്ട് പാൻ ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കടുകും കൂടി ഇട്ടിട്ട് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇത് ഭയങ്കര എളുപ്പമുള്ള സാധനം കേട്ടോ ചക്ക വറവ്. അധികം പണിയൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ കണ്ടതല്ലേ. എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നു, ലാസ്റ്റ് വറുത്തിടുന്നു. അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. കുറച്ച് തേങ്ങയും കൂടി ചിരകിയിടുക, അത്രേ പണിയുള്ളൂ. സിമ്പിളാണ്. നിങ്ങൾക്ക് വലിയ പണിയില്ല പരിപാടിയൊന്നുമല്ല. ആകെ പണി എന്ന് പറഞ്ഞാൽ ചക്ക നന്നാക്കി വെക്കലേ പണിയുള്ളൂ. ബാക്കി നന്നാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടട്ടെ. ഉഴുന്ന് പരിപ്പും കൂടി പൊട്ടിയതിന് ശേഷം ഈ ചതച്ച് വെച്ച വെളുത്തുള്ളിയില്ലേ അതും കൂടി എടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം വെളുത്തുള്ളിയും കൂടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ചൊന്ന് ചൂടാവണ്ടേ. അതിന് ശേഷം ഇത് എളുപ്പത്തിൽ ചൂടായി വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി. അധികം പണിയൊന്നുമില്ല, ഈ വറുത്തിടുന്ന പണി മാത്രമേ ഉള്ളൂ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ ചക്ക വറവ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറട്ടെ വെളുത്തുള്ളീൻ്റെത്. അത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ മതി. ആ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ആവുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മളെ ചക്ക വറവിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. വറുത്തിടാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. എല്ലാം ചൂടായി അതിൽ കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ
വറുത്തിടുക എന്നിട്ട് ആ ചക്കയിലേക്ക് ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കറക്റ്റായ ചക്കവറവ് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റായിരിക്കും എന്നറിയാം. കട്ടൻ ചായയോ അതിൽ കൂടെ ഒരു മഴയും കൂടി ഉണ്ട്. ഇപ്പം മഴേൻ്റെ സമയമാണല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി വേറെ സാധനമൊന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം ചക്കവറവ്. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഈ ചൂടോടെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവില്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.